السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഹബീബരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ലോകത്തിന് കൈമാറിപ്പോയ തൗഹീദ് 1100 വർഷത്തിലധികം പുണ്യ മക്കയിലും മദീനയിലും നിലനിന്നിരുന്ന ആ സുന്ദരമായ ആശയത്തെ തന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ ഇല്ലാതെയാക്കാനും ആ നാട്ടിൽ ഇബ്നു തൈമിയ പഠിപ്പിച്ച മുൻകാല ഇമാമിങ്ങളിൽ നിന്ന് ഒരിക്കലും തന്നെ പാരമ്പര്യമില്ലാത്ത വിശകലനം ചെയ്തപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ റഫീഖ് സലഫി പരിഹാസത്തിൽ അഭയം തേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉസ്താദിനെ സംബന്ധിച്ച് ഉസ്താദ് കൃത്യമായ കണക്കുകളാണ് അവതരിപ്പിച്ചത്. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 1112 വർഷക്കാലം ആ നാട്ടുകാർ സ്വീകരിച്ചു പോന്ന സുന്ദരമായ ആശയം ഹബീബരായ തങ്ങളിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയ ആശയമായിരുന്നു. എങ്കിൽ കേവലമായി ഇബ്നു തൈമിയ സ്വയം നിർമ്മിച്ചെടുത്ത ആ തൗഹീദ് പുണ്യ നാടുകളിൽ സ്ഥാപിക്കാൻ വേണ്ടി ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകളെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സഖാഫി ഉസ്താദ് ഇബ്നു തൈമിയ നടത്തിയ പ്രവർത്തനങ്ങളെയും ഇബ്നു തൈമിയയുടെ ഇടപെടലിലൂടെ ആ നാട്ടിലുണ്ടായ മാറ്റങ്ങളെയും കുറിച്ച് കൃത്യമായി ചരിത്രപരമായി ഈ ആശയത്തിനാണ് ഇബ്നു അബ്ദുൽ വഹാബ് കടക്കൽ കത്തിവെച്ചത്. ഇബ്നു അബ്ദുൽ വഹാബ് സ്ഥാപിച്ച പുതിയ മതമാകുന്ന വഹാബിസം കടന്നു വന്നിട്ട് കേവലമായ 200 വർഷങ്ങളെ ആയുള്ളൂ എന്നുള്ള ചരിത്രം ഉസ്താദ് വസ്തുനിഷ്ഠമായി അവതരിപ്പിച്ച് ചോദിച്ച ഒരു ചോദ്യം, ആ ചോദ്യം ചിന്തിക്കുന്നവർ ഉൾക്കൊള്ളേണ്ട ചോദ്യമാണ്. 1112 വർഷക്കാലം ആ സമൂഹം സ്വീകരിച്ചു പോന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്ദരമായ ആശയം സ്വീകരിക്കണോ, അതോ ഇബ്നു അബ്ദുൽ വഹാബിന്റെ തേരോട്ടത്തിന് ശേഷം രക്തപങ്കിലമായ അദ്ദേഹത്തിന്റെ ക്രൂരമായ പ്രവർത്തനങ്ങൾക്ക് ശേഷം സൗദി അറേബ്യയിൽ സ്ഥാപിക്കപ്പെട്ടതായ ഇബ്നു തൈമിയ വിട്ടിട്ട് കൊടുത്ത ആ ഒരു തൗഹീദ് സ്വീകരിക്കണോ എന്നുള്ള ചോദ്യം കൃത്യമായ ചോദ്യമായിരുന്നു. പക്ഷേ ആ ചോദ്യത്തിന് മുന്നിൽ ഒരു മറുപടിയും പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് ഇനി ചില ആശങ്കകളുണ്ട്. മക്ബറകൾ എവിടുന്ന് വന്നു, മക്ബറകൾ പൊളിച്ചത് വഹാബിസമാണ് എന്ന് നമ്മൾ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. അവര് തന്നെ എഴുതി വെച്ചു ഓരോ മക്ബറകളും. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പൊളിച്ചത്, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പൊളിച്ചത്, അതിന്റെയൊക്കെ രേഖകൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. ഈ ലോകത്തിന് മുന്നിൽ സുന്നി പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ ലോകത്തിന് മുന്നിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവരുടെ രേഖകളിൽ തന്നെ അത് നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. ഈ ചരിത്ര വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം മക്ബറകൾ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നത് തങ്ങളുടെ രേഖകളിലുള്ള ആ ചരിത്രങ്ങളെ മനഃപൂർവ്വം വിസ്മരിച്ചുകൊണ്ട് കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള ശ്രമമാണ്. നിങ്ങൾ കിതാബുകളൊന്നും പഠിക്കേണ്ടതില്ല, കിതാബുകൾ പരതേണ്ടതില്ല, ആ തെളിവുകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. മറിച്ച് നിങ്ങളുടെ രേഖകളാണ് ഞങ്ങൾ വായിച്ചു തന്നത്. മുസ്ലിം പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് മുന്നിൽ കാലങ്ങളായി വായിച്ചു തരുന്നതും നിങ്ങളായി പൊളിച്ച അലിയാർ തങ്ങളുടെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും അടക്കമുള്ള മഹാന്മാരുടെ ഖബറുകളുടെ കുബ്ബകളുടെ ചരിത്രമാണ്. അതിന് മറുപടി പറയാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇനി നിങ്ങളുടെ രോഗം മാറിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ സമൂഹം ചിന്തിക്കാനും വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമുക്കിവിടെ മുന്നിൽ വെക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് നിങ്ങളെ പരാതി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആളുകൾ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒന്നാമത്തെ ദൗലത്ത് സൗദിയ വരുന്നത് 1744 അത് കൃത്യമായ കണക്കാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി ധന്യമായ ഒരു ജീവിതത്തിന്റെ തിരശീല താഴ്ത്തി കാലയമലികക്കുള്ളിൽ മറഞ്ഞത് ക്രിസ്താബ്ദം 632 ക്രിസ്താബ്ദം 632 മുതൽ ഒന്നാം ദൗലത്ത് സൗദിയ എന്ന് പറയുന്ന ഈ പിന്തിരിപ്പൻ ആശയം വരുന്നതുവരെ 1112 കൊല്ലം 1112 കൊല്ലം മുഹമ്മദ് റസൂലുള്ളാഹിയും അവിടുത്തെ അനുചര സഹകളത്ര ബന്ധുമിത്രാദികളും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുമുഖത്ത് നിന്ന് പഠിച്ച സ്വഹാബികളും അവരെ പഠിച്ചവരും നിലനിന്ന 1112 കൊല്ലം നിലനിന്ന ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കണോ? എവിടെ നിൽക്കണം എന്നാണ് മുസ്ലിയാർ ചോദിക്കുന്നത്. അത് തന്നെയാണ് മുസ്ലിയാരോട് എനിക്കും ചോദിക്കാനുള്ളത്. എവിടെയാണ് നിൽക്കേണ്ടത്? എവിടെ നിൽക്കണം എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. കൃത്യമായ ചോദ്യമാണ്. ഇനി എന്ന മറുപടി സമൂഹം പ്രതീക്ഷിക്കണില്ല. ഉസ്താദ് പറഞ്ഞ കൃത്യമായ ചരിത്രങ്ങളും ആ വർഷങ്ങൾ കൃത്യമായി ഉദ്ധരിച്ചിട്ടുള്ള വിശകലനവും അതിൽ നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ ചരിത്രപരമായ വസ്തുതകൾ വെച്ചുകൊണ്ട് നിങ്ങൾ ഗണ്ണിക്കണം. നിങ്ങളെ തൊള്ളപ്പുട്ട് ആവശ്യമില്ല. ഉസ്താദ് കൃത്യമായ ചരിത്രമാണ് പറഞ്ഞത്. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്? വർഷങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞ് കൃത്യമായി പറയും. 1112 വർഷക്കാലത്തിനിടയിൽ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തൗഹീദിനെ അട്ടിമറിക്കപ്പെട്ട ഒരു ചരിത്രം നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ ആ ചരിത്രം ഇതുപോലെ കൃത്യമായിട്ട് പറയും. നിങ്ങളെ തൊള്ളപ്പുട്ട് ഞങ്ങൾക്ക് കേൾക്കണ്ട. കൃത്യമായിട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ വർഷവും സാഹചര്യവും ആര് ഇടപെട്ടു എന്നും അതിന്റെ രേഖകളും ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കണം. അപ്പോഴല്ലേ സലഫി അതിന് മറുപടിയാകുക. അത് തന്നെയാണ് മുസ്ലിയാരോട് എനിക്കും ചോദിക്കാനുള്ളത്. എവിടെയാണ് നിൽക്കേണ്ടത്?
നിൽക്കുന്നിടത്ത് നിങ്ങൾക്കാണ് അബദ്ധം സംഭവിച്ചത്. ഇല്ലേ, അബദ്ധം സംഭവിച്ചിട്ടില്ല എന്നാ പറയുന്നത്. 1112 വർഷക്കാലം ഈ ഉമ്മത്ത് സ്വീകരിച്ചു പോകുന്ന ഒരു സംസ്കാരം അത് സ്വീകരിക്കുന്നത് അബദ്ധമാണ് എന്ന് പറയുകയും കേവലം 200 ചില്ലാനം വർഷം പഴക്കമുള്ള ഇബ്നു അബ്ദുൽ വഹാബിന്റെ പുതിയ തൗഹീദ് അത് സ്വീകരിക്കൽ സുബദ്ധമാണെന്ന് പറയുന്നതും ഇത് വലിയ യുക്തിയും വലിയ ബുദ്ധിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സമൂഹം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. കൃത്യമായ രേഖയാണ് പറഞ്ഞത്, കൃത്യമായ ചരിത്രമാണ് പറഞ്ഞത്, കേവലമായ അവകാശവാദമല്ല. അതിനു മുന്നിൽ നിങ്ങൾ ഈ രീതിയിലൊക്കെ മറുപടി പറയുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാനുള്ള ചരിത്രം ഏതാണെന്ന ചോദ്യം, ആ ചരിത്രം പറഞ്ഞിട്ട് മറുപടി പറയും, അപ്പോഴേ മറുപടി ആവും. ഞങ്ങൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും അതേപോലെ തന്നെ ഉത്തമ തലമുറക്കാരുടെയും ആ കാലഘട്ടത്തിലേക്ക് മടക്കാം. അതാണ് ശ്രേഷ്ഠമാക്കപ്പെട്ട ഉത്തമ തലമുറക്കാർ, അൽ ഖുറൂനുൽ മുഫദ്ദല. അതിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ മതി. അൽ ഖുറൂനുൽ മുഫദ്ദല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്ദരമായ കാലം, അവിടുന്ന് ദീന് നേരെ സ്വീകരിച്ച സ്വഹാബത്തെ കിറാമിന്റെ സുന്ദരമായ പാരമ്പര്യം, താബിഈങ്ങൾ, അവിടുത്തെ ആ മതത്തെ കൃത്യമായി ഫോളോ ചെയ്ത ഇമാമിങ്ങൾ, അവർ സ്വീകരിച്ച മാർഗം, ആ മാർഗത്തിൽ നിൽക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നാ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അതിന് പറ്റൂല. കേവലമായ അതരവ്യായാമം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റും. നിങ്ങൾ താൽക്കാലികമായ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ മുൻഗാമികളായ മഹത്തുക്കളെ സ്വീകരിക്കുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പാരമ്പര്യത്തെ സ്വീകരിക്കുന്നു എന്ന് പറയല്ലാതെ ആ പാരമ്പര്യം നിങ്ങളിലില്ല. 8ഉം 10ഉം 18ഉമായിട്ട് തൗഹീദിന്റെ പേരിൽ തമ്മിലടിക്കുന്ന നിങ്ങൾ ഒരു വിഭാഗത്തിനും ആ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയില്ല. കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ഈ വീഡിയോന്റെ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലം, അവിടുന്ന് മതം കൈമാറിപ്പോന്ന ആ മതത്തെ സ്വീകരിച്ച ഉത്തമ നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിൽ ജീവിച്ച മഹത്തുക്കളുടെ കാലം, ഇമാമിങ്ങളുടെ കാലം, അൽ ഖുറൂനുൽ മുഫദ്ദല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒന്ന് മറുപടി പറയാൻ നിങ്ങളെ കാണണം. നിങ്ങൾക്ക് 100,000 ചോദ്യങ്ങളുണ്ട്. ചോദ്യം ചോദിച്ചേ നിങ്ങൾക്ക് ശീലമുള്ളൂ. നിങ്ങളിങ്ങനെ ചോദ്യകർത്താക്കളാകുക, ഞങ്ങളിങ്ങനെ മറുപടി പറയുന്നവരാകുക. എന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളോട് 100,000 ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങളെന്തോ പുത്തനാശയം കൊണ്ടുവന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ഈ കപട നാടകമുണ്ടല്ലോ, അത് ഞങ്ങൾ പൊളിച്ചെയ്തുക തന്നെ ചെയ്യും. പക്ഷെ മറുപടി ആയിട്ട് വരണം. നിങ്ങളെ റേഡിയോ പ്രസംഗം ഉണ്ടല്ലോ, ആ റേഡിയോ പ്രസംഗത്തിൽ നിർത്തരുത്. നിങ്ങൾക്ക് ശീലതാണ്, അവിടെ നിർത്തരുത്. ഇപ്പോൾ മറുപടി ആയിട്ടൊന്നും വരും. നമുക്ക് ഓരോന്നും എടുക്കാം. അൽ ഖുറൂനുൽ മുഫദ്ദലയിലേക്ക് ഒന്നാണ് മടക്കി നോക്കാം. നിങ്ങൾ പഠിപ്പിച്ച ഓരോ തോന്നിവാസങ്ങളുണ്ട്. അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് രേഖ കൊണ്ടുവരണം. നിങ്ങൾ അവരുടെ കാലശേഷം പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പലരും പല അന്ധവിശ്വാസങ്ങളും അതേപോലെ തോന്നിവാസങ്ങളും ശിർക്കൻ പ്രവൃത്തികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യ അങ്ങനെ തെമ്മാടിത്തരം അവിടെ നടന്നിട്ടില്ലെങ്കിൽ രേഖ കൊണ്ടുപോകാം. ഇതിനൊക്കെ തെളിവെന്താ? റഫീഖ് സലഫിന്റെ തൊള്ളപ്പൊട്ട്. ഞാൻ പറയുമ്പോൾ ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളെ കയ്യിൽ ഒരു രേഖയില്ല, ഒരു ചരിത്രമല്ല, ഒരു എവിഡൻസും ഇല്ല. നിങ്ങൾ പറയുന്നത് കേവലമായ നിങ്ങളുടെ കാടടിക്കുള്ള വെടി. അത് തെളിവല്ല മൗലവി. നിങ്ങൾ പറയേണ്ടത് ഏത് ഭരണകർത്താവ് പുണ്യ മദീനയിലും മക്കയിലും ഉണ്ടായിരുന്ന തൗഹീദിനെ അട്ടിമറിച്ചു എന്നാണ്. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് അവിടുത്തെ ആശയത്തെ അട്ടിമറിച്ച ഭരണകർത്താവ് ഏത്? അദ്ദേഹത്തിന്റെ കാലയളവേത്? അദ്ദേഹത്തിന്റെ ഭരണകൂടം അവിടെ ചെയ്ത പ്രവർത്തനങ്ങളുടെ രേഖ എന്ത്? അതാ പറയേണ്ടത്. ആ രേഖ വെച്ചിട്ടാണ് സംസാരിക്കുക. തൊള്ള പുട്ടടിച്ചിട്ട് ആർക്കും പോകാം. ഉസ്താദ് പറഞ്ഞ പോലെ കൃത്യമായ രേഖ പറയും. ആ രേഖന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചത് അബദ്ധമല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നിങ്ങളെ പുസ്തകത്തിൽ നിന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയ ക്രൂരമായ തേരോട്ടങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ പിൻവലിച്ച് മുങ്ങാൻ ശ്രമിക്കുന്നുവെങ്കിലും നിങ്ങൾ എഴുതി വെച്ച രേഖകൾ, നിങ്ങൾ പിൻവലിച്ച രേഖകൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ രേഖ ഒന്ന് കൊണ്ടുവരും. നിങ്ങൾ അതിനെയൊക്കെ നിഷ്കാസനം ചെയ്ത് ഇസ്ലാമിന്റെ ശരിയായ ആശയത്തിലേക്ക് കൊണ്ടുവരികയാണ് ശൈഖ് ചെയ്തത്. നല്ല പ്രവർത്തനമാണ് ശൈഖ് ചെയ്തത്. ആ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയത്തെ ഏതോ ഭരണകർത്താക്കൾ അട്ടിമറിച്ചു പോയി. അതിന് രേഖയൊന്നുമില്ല, ചരിത്രമൊന്നുമില്ല. എന്നിട്ട് ആ അട്ടിമറിക്കപ്പെട്ടതിന് ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ രീതിയിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നത്? സമാധാനത്തിന്റെ വാക്കുകളുമായി. അതിന് ഉപയോഗപ്പെടുത്തിയത് വലിയ വസ്തുക്കളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. വാൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ കൊന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ മാത്രം അധിവസിച്ചിരുന്ന പ്രദേശമായിരുന്നു അത്. ഇതൊക്കെ നിങ്ങൾ ഗൾഫ് സലഫിസവും ഇസ്ലാഹി പ്രസ്ഥാനവും എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. നിങ്ങളുടെ രേഖകളിലൊക്കെ എഴുതി വെച്ചതാണ്. അവിടെയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയ ചെറിയ ചെറിയ സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ചെറുതാണല്ലോ. വാളുപയോഗിച്ച് മുസ്ലിമീങ്ങളെ കൊന്നു തള്ളി നിങ്ങൾ. അതിക്രൂരമായി മനുഷ്യരെ പട്ടിണി കിട്ടു നിങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ നാട്ടിലടക്കം മക്കയിലും മദീനയിലും അടക്കം മനുഷ്യരെ പട്ടിണി കിട്ടു കൊന്നു നിങ്ങൾ. അവിടെയുള്ള സമ്പത്ത് കൊള്ളയടച്ചു നിങ്ങൾ. പറയുന്നത് കൃത്യമായ രേഖ കയ്യിൽ വെച്ചിട്ടും ഉയർത്തിപ്പിടിച്ചിട്ടുമാണ്. അത് പറഞ്ഞിട്ടുണ്ട്. വിമർശനം ഉണ്ടെങ്കിൽ വരി, കാണിച്ചു തരാൻ ഞങ്ങൾ മുന്നിലേക്ക് വരൂ. കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടുള്ള തുറന്ന സംവാദത്തിനെ വെല്ലുവിളിക്കുകയാണ്. ഇബ്നു അബ്ദുൽ വഹാബ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ഈ സമൂഹത്തിൽ അദ്ദേഹം ഇടപെട്ടത് എന്ന് കൃത്യമായ രേഖ കാണിച്ചു തരുമ്പോൾ നിങ്ങൾ കേൾക്കൂല. കേൾക്കാത്തതുപോലെ മുൻകുഞ്ഞുങ്ങൾ, കാരണം അത് തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല.
ആ ചരിത്രമാണ് പറഞ്ഞത്. എന്നിട്ട് അതിനെക്കുറിച്ചാണ് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ ആശയത്തിലേക്ക് മടക്കി ആ സുന്ദരമായ ആശയത്തിന്റെ പാരമ്പര്യം ഇബ്നു അബ്ദുൽ വഹാബിലേക്ക് ചാർത്തി കൊടുക്കാൻ മുസ്ലിം ഉമ്മത്ത് അനുവദിക്കുകയില്ല. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീആ. ഒരു മനുഷ്യനെ അന്യായമായി കൊന്നു തള്ളിയവൻ ഈ മനുഷ്യകുലത്തെ കൊന്നു തള്ളിയവനാണെന്ന്, അതിന് സമാനമാണെന്ന് പഠിപ്പിച്ച ആശയം, ഈ മതത്തിന്റെ സുന്ദരമായ മുഖം ഇബ്നു അബ്ദുൽ വഹാബിന് ചാർത്തി കൊടുക്കൽ ശരിയാവില്ല മൗലവി. അത് നിങ്ങൾ എങ്ങനെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കൂല. അയാൾ നടത്തിയ തീവ്രവാദമാണ്. ആ തീവ്രവാദത്തിലൂടെ ഭരണത്തിന്റെ തണലുപയോഗിച്ച് ഭരണാധികാരികളുടെ പാദസേവ ചെയ്തുകൊണ്ട് അയാൾ നേടിയെടുത്ത ആശയമാണ് ഇന്ന് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആശയം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ ആ ഉത്തമ തലമുറക്കാരിലേക്ക് മടക്കണം. അത് മടക്കാൻ നിങ്ങൾ തലമുറക്കാരിലേക്ക് തന്നെ മടക്കണ്ട്. തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഇത് മുഴുവനും ഫസാദാക്കി ഫിത്നയാക്കി ഉത്തമ തലമുറക്കാരുടെ എല്ലാ ആശയങ്ങളെയും തള്ളി സ്വഹാബത്ത് പോലും ദീനിൽ തെളിവല്ലാന്ന് എഴുതി വെച്ചില്ല ചങ്ങാതിമാരെ. നിങ്ങൾ ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ എന്ന നിങ്ങളുടെ പുസ്തകത്തിൽ 83-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതി വെച്ചതെന്താ? ഒരു ദയയും ഒരു മടിയും ഒരു ഉളുപ്പും ഇല്ലാതെ ഹബീബരായ തങ്ങളിൽ നിന്നും മതം സ്വീകരിച്ച സ്വഹാബത്തെ കിറാമിനെ തള്ളി നിങ്ങൾ. എന്തേ കാരണം? നിങ്ങളെ ആശയം അവർ ചെയ്തിട്ടില്ല. ഉത്തമ തലമുറയിലേക്ക് മടക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ചാടുമ്പോഴേ കുറച്ച് ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാണ്ട്. നിങ്ങളുടെ KM മൗലവി അൽ ഇർഷാദ് മാസികയിൽ 83-ാമത്തെ പേജിൽ അയാളെ എഴുതി വെച്ചതെന്താണ്? പ്രത്യേകമായൊരു പോയിന്റ് ശ്രദ്ധിക്കണേ. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തെ കിറാമോ മുൻഗാമികളോ ഒരിക്കലും തന്നെ അനറബി ഭാഷയിൽ ഖുതുബ ഓതിയതിന് രേഖയില്ല. അനറബി നാടുകളിൽ പോയി അവർ ഖുതുബ ഓതിയപ്പോൾ പോലും റുക്നുകൾ അറബിയിലും അനുബന്ധങ്ങളും പരിഭാഷപ്പെടുത്തിയും അവര് ഖുതുബ നടത്തിയതിന് രേഖല്ല എന്ന് KM മൗലവി എഴുതി വെച്ചു. എന്നിട്ട് ആ സംഭവത്തെ കുറിച്ച് കൊണ്ട് നിങ്ങളുടെ മൗലവി അതിന്റെ ഒരു സങ്കടം തീർക്കുക. നിങ്ങൾക്ക് സ്വഹാബത്ത് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതാത്തതിന്റെ വിരോധം തീർക്കുക. പ്രസ്തുത ചരിത്രങ്ങൾ മുന്നിൽ വെച്ച് ചിന്തിക്കുന്ന ആർക്കും സ്വഹാബികൾ അറബി അല്ലാത്തവരോട് അറബിയിൽ ഖുതുബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. KM മൗലവി പറഞ്ഞതിനെ കൃത്യമായി എതിർത്തുകൊണ്ട് നിങ്ങളെ മൗലവിമാരാരെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? KM മൗലവി പറയാ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ അങ്ങനെ ചെയ്തിട്ടില്ല, അനറബിയിൽ ഖുതുബ ഓതിയിട്ടില്ല. എന്നാൽ ഇദ്ദേഹം പറയാണ് അനറബി നാടുകളിൽ അറബി ഭാഷയിൽ ഖുതുബ ഓതിയതിന് രേഖയില്ല. ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ അൽ ഖുറൂനുൽ മുഫദ്ദല എന്ന് ചാടുന്നുണ്ടല്ലോ നിങ്ങൾ. അൽ ഖുറൂനുൽ മുഫദ്ദല എന്ന് പറഞ്ഞ് ചാടാൻ എന്താ അർഹത നിങ്ങൾക്കുള്ളത്? ആ ഒരു ഉത്തമ തലമുറയിലേക്ക് മടക്കണമെങ്കിൽ അവര് നിങ്ങൾക്ക് സ്വീകാര്യമാവണ്ടേ? നിങ്ങൾ എഴുതി വെച്ചത് മറുപടി പറയണം, മുങ്ങാൻ പാടില്ല. നിങ്ങളെ പുസ്തകം കയ്യിൽ പിടിച്ചിട്ടാ ചോദിക്കുന്നത്. എഴുതി വെച്ചത് എന്താണ്? ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാവുകയില്ല. മറുപടി പറയൂ. അൽ ഖുറൂനുൽ മുഫദ്ദലയിലേക്കാണ് മടക്കേണ്ടതെന്ന് പറഞ്ഞ മൗലവി ആരിലേക്കാണ് നിങ്ങൾ മടക്കുന്നത്? അവർ നിങ്ങൾക്ക് തെളിവല്ല, സ്വഹാബത്ത് തെളിവല്ല. നിങ്ങൾ ആരിലേക്കാണ് മടക്കേണ്ടത്? എന്നിട്ട് ഈ തോന്നിവാസം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ജുമുഅ ഖുതുബ മദ്ഹബുകളിൽ MT അബ്ദുറഹ്മാൻ മൗലവി എഴുതി വെച്ചിട്ട് അദ്ദേഹം എഴുതുന്നു, ഖതീബിന് വുളൂ മുറിയുക, തുണി കീറുക പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അതൊക്കെ ഉടനെ പരിഹരിക്കുകയോ ഖുതുബ കഴിഞ്ഞു പരിഹരിക്കുകയോ ചെയ്താൽ മതി, സുന്നത്താണെന്ന് വെച്ചാൽ മതി. മറുപടി പറ. അൽ ഖുറൂനുൽ മുഫദ്ദലയിലേക്ക് നമുക്കൊന്ന് പോകാം. കീവായി ഇട്ടിട്ടേ ഖുതുബ ഓതാന്നുള്ള മസാല ഉണ്ടാക്കിയ മൗലവി അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് രേഖ കൊണ്ടുവാ. തുണി കീറിയാൽ കീറിയ തുണി എടുത്ത് ഔറത്ത് മറക്കാതെ ഖുതുബ ഓതാമെന്ന് പറഞ്ഞ മൗലവി രേഖ കൊണ്ടുവാ. നിങ്ങൾക്ക് എന്ത് തോന്നിവാസം പറയാം? എന്നിട്ട് നെളിഞ്ഞു നിന്ന് ചോദിക്കുക അൽ ഖുറൂനുൽ മുഫദ്ദലയിലേക്ക് നമുക്ക് മടക്കാം, അവിടെ രേഖ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോ ഈ സമൂഹം എന്താ തെറ്റിദ്ധരിക്കുക? ഇവിടെ എന്തൊക്കെയോ പുത്തനാശയം ഇവിടെ അഖിലുസുന്നയുടെ വക്താക്കൾ ഉണ്ടാക്കിയെന്ന് പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമം നിങ്ങളെ വിടാൻ കരുതിയിട്ടില്ല. മറുപടി പറയണം. സ്ത്രീ പള്ളി പ്രവേശനം കേരളത്തിൽ എന്നാ വന്നത്? കേരളത്തിൽ ആദ്യമായി പള്ളിയിൽ പോയ സ്ത്രീകളെ പരിചയപ്പെടുത്തി നിങ്ങൾ പുടവ വനിതാ മാസിക. ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്ന് പുടവ നിങ്ങളെ കൂടല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കറുത്തത്തണ്ട് പൊട്ടിയതുപോലെ പല കഷ്ണങ്ങളായി ചിന്ന ഭിന്നമായപ്പോൾ നിങ്ങളുടെ മാസികകളും പുസ്തകങ്ങളും ഒക്കെ ചിന്ന ഭിന്നയിക്കണേ. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിന്ന കാലത്ത് എഴുതിയതാണ്. സകല വഹാബികളോടുമാണ് വെല്ലുവിളി. റഫീഖ് സലഫിയോട് മാത്രമല്ല അയാൾ വരുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. റഫീഖ് സലഫി മാത്രമല്ല, സുന്നികളെ ബിദ്അത്തിന്റെ ചാപ്പ കുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഏത് വഹാബി തറവാട്ടിലാണായി പറഞ്ഞവനുണ്ടോ വെല്ലുവിളിക്കുന്നു. എന്നു മുതലാണ് സ്ത്രീ പള്ളി പ്രവേശനം എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്? ഈ പാദധന്യം എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധനാകർമ്മങ്ങളിൽ പങ്കെടുത്ത 2 മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക.
കണ്ടോ, ആദ്യമായി പള്ളിയിൽ പോയ പാരമ്പര്യം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ പാരമ്പര്യമല്ല നിങ്ങൾക്കുള്ളത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പാരമ്പര്യമല്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പാരമ്പര്യമല്ല. ആ അൽ ഖുറൂനുൽ മുഫദ്ദലയിലെ ഒരു വനിതകളുടെയും പാരമ്പര്യമല്ല. എന്താ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇഖ്തിലാഫുൽ ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരു സ്ത്രീയും അങ്ങനെ പോയിട്ടില്ല. വലൗ കാന ലഹുന്ന ഫദ്ലുൻ, വല്ല ഫദ്ലും ഉണ്ടായിരുന്നെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം കൊടുക്കുമായിരുന്നു. പോയില്ല. അത് സ്വീകരിക്കാൻ തയ്യാറാകാതെ പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോയവരെ, നിങ്ങൾക്ക് പള്ളിയിൽ പോയ സ്ത്രീകളുടെ പാരമ്പര്യം പറയാനുള്ളത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പാരമ്പര്യമല്ല. എന്നിട്ട് ഇതിൽ 2 ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. വെള്ളാറമ്പാറ ഖദീജ കുട്ടി നിങ്ങളുടെ വലിയ ശൈഖത്താണ്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ആ സാധുവിനെ നിങ്ങൾ പേപ്പിച്ചതാണ്, ഈ സാധുക്കളെ പേപ്പിച്ചതാണ്. വെള്ളാറമ്പാറ ഖദീജ കുട്ടിയുടെ പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്. 1. 2 PK ആമിന. ഈ ആമിന താത്തയും ഖദീജ കുട്ടി താത്തയും ഇവരാണ് ആദ്യമായി കേരളത്തിൽ പള്ളിയിൽ പോയത്. ഇതിനു മുമ്പേ സ്ത്രീകൾ പള്ളിയിൽ പോകുക എന്നുള്ള പാരമ്പര്യം മലയാള നാട്ടിലില്ലെന്ന് എഴുതി വെച്ച സലഫി പറയണം മറുപടി. അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ആര് പള്ളിയിൽ പോയി? നിങ്ങളൊന്ന് മറുപടി പറയും. നിങ്ങൾ ചോദ്യം ചോദിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കുറച്ച് ചോദ്യം ഞങ്ങളൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചു. സെൽസബീൽ മാസികയിൽ ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സെൽസബീൽ മാസിക 1971 ഓഗസ്റ്റ്, പുസ്തകം 1, ലക്കം 3. കൃത്യമായ രേഖയാ പറയുന്നത്. അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് തെളിവ് കൊണ്ടുവരണം. ആണാണെങ്കിൽ മറുപടി പറയണം. നിങ്ങളെ റേഡിയോ പ്രസംഗം നടത്തി നിങ്ങളുടെ കുറച്ച് അണികളുണ്ട്, അവർക്ക് സമാധാനം കൈമാറി മുങ്ങിയാ പോരാ. ഇത് ആശയപരമായ ഏറ്റുമുട്ടലാണ്. ആശയപരമായ ഏറ്റുമുട്ടലിലേക്കാണ് നിങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളതെങ്കിൽ മറുപടി പറയുന്നത് ശ്രദ്ധിക്കണം. കൃത്യമായ ഖണ്ഡനം നടത്താൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. വൃത്തികേടുകൾ എഴുതി വെച്ചിട്ട് പൂർണ്ണമായി കീഴ്പ്പെട്ട ഒരു മനുഷ്യനെ ലോകത്ത് കാണുകയില്ല. പ്രവാചകന്മാർ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. വളരെ വലിയ കുറ്റം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വെച്ചു. അത് അവരുടെ ഒരു പ്രധാന ഇബാദത്തുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന 70 പ്രാവശ്യവും ഒരു റിവായത്ത് പ്രകാരം 100 പ്രാവശ്യവും അള്ളാഹുവിനെ കൊള്ളെ തൗബ ചെയ്തു മടങ്ങുകയും മാപ്പിരക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്മ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി, തിന്മയില്ലാതെയാക്കാൻ വേണ്ടി, സമൂഹത്തിന് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഈ സമൂഹത്തിലേക്ക് സുന്ദരമായ ആശയവുമായി, സുന്ദരമായ ജീവിതവുമായി, ജീവിതത്തിൽ ഒരു കലർപ്പുമില്ലാതെ ജീവിച്ച് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ഞങ്ങളുടെ നേതാവ് തെറ്റ് ചെയ്തിരുന്നു എന്ന് എഴുതി വെച്ച നിങ്ങളുടെ വൃത്തികേടിന് അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് രേഖ കൊണ്ടുവരണം. അൽ ഖുറൂനുൽ മുഫദ്ദലിന്റെ പീറ ഞാൻ തീർച്ചയാം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ തമ്മാടിത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് പറയുകയും എഴുതി വെക്കുകയും ചെയ്യാം. ഇതിനൊന്നും രേഖ ആവശ്യമില്ല. എന്ത് തോന്നിവാസവും നിങ്ങൾക്ക് വിളിച്ചു പറയാം. കൊണ്ടുവരണം നിങ്ങൾ രേഖ. മൗലിദാഘോഷത്തിന് നിങ്ങൾ തെങ്ങ് നേർച്ചയാക്കി, മൗലിദാഘോഷത്തിന് തെങ്ങ് നേർച്ചയാക്കി. ഞങ്ങൾ സുന്നികൾ മൗലിദാഘോഷം നടത്തുമ്പോൾ അതിനാണ് നിങ്ങൾക്ക് വലിയ പൊറുതികേട്. നിങ്ങൾക്ക് തേങ്ങയും നേർച്ച നേരാം, തെങ്ങും നേർച്ച നേരാം, മൗലിദാഘോഷത്തിന് വേണ്ടി എന്തും കൊടുക്കാം. ഇതൊക്കെ ഒരു കാലത്ത് നിങ്ങൾക്ക് സുന്നത്തായിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ബിദ്അത്താണ്. അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് ഈ ചെയ്തത് ബിദ്അത്താണോ സുന്നത്താണോ എങ്കിൽ മുമ്പ് ഇത് ചെയ്തു പോയ ആളുകളുടെ വിധി എന്താണെന്ന് പറയണം. രേഖയാ പറയുന്നത് നിങ്ങളുടെ ഐക്യസംഘം 4ാം വാർഷിക റിപ്പോർട്ട് 1926 ഇതിന്റെ 12ാമത്തെ പേജിൽ നമുക്ക് കാണാം. സംഘം പ്രസിഡന്റ് ജനാബ് കോട്ടപ്പുറത്ത് സീതി മുഹമ്മദ് അവറുകൾ മൗലിദ ആവശ്യാർത്ഥം 5 തെങ്ങുകൾ സംഘത്തിലേക്ക് ശാശ്വതമായി വിട്ടുതന്നതിന് സംഘം അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. ശാശ്വതമായിട്ടുള്ള വിട്ടുതരൽ നേർച്ചയല്ലേ അത്? തെങ്ങിഞ്ഞ് നേർച്ചയായി കൊടുത്താലും അതിയായി കൊടുത്താലും എന്തിനാ കൊടുത്തത്? മൗലിദ് ഓതാൻ വേണ്ടിയിട്ട്. അൽ ഖുറൂനുൽ മുഫദ്ദല വെച്ചുകൊണ്ട് പറയണം, ഇതായിരുന്നോ ദീന്? ഇന്ന് നിങ്ങൾ പറയുന്ന ഈ മൗലിദാഘോഷത്തെ നിഷേധിക്കുന്നതാണോ ദീന്? പറയണം, മറുപടി പറയണം. നിങ്ങൾക്ക് അൽ ഖുറൂനുൽ മുഫദ്ദലയുടെ പീറ ഞാൻ തീർച്ചയായും പോവാൻ. നോമ്പിന്റെ വിധിവിലക്കുകൾ എന്ന പേരിൽ നിങ്ങളുടെ നേതാവ് KK സക്കരിയ സ്വലാഹി എഴുതി വെച്ച വൃത്തികേട് എന്താണ്? മതവിരുദ്ധത എന്താണ്? അത്തായ ശേഷവും ഭക്ഷണം കഴിക്കാന്നാണ്. അദ്ദേഹം മാത്രമല്ല, അൽ ഇസ്ലാഹിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിലും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. മതത്തെ യുക്തിക്കനുസരിച്ച് വളച്ചൊടിച്ച് ഈ മതത്തെ വികലപ്പെടുത്തി നിങ്ങൾ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വൃത്തികെട്ട ആശയം സ്വീകരിച്ച് ഇബ്നു തൈമിയ്യയുടെ ആശയം പഠിച്ചെടുത്ത് മതത്തെ വൃത്തികേടാക്കി നിങ്ങൾ. ഇമാമിങ്ങളെ തള്ളിക്കളഞ്ഞു നിങ്ങൾ. ഇമാമിങ്ങളെ വിവരമില്ലാത്തവരാക്കി ചിത്രീകരിച്ചു നിങ്ങൾ. എന്നിട്ട് സ്വയം ഗവേഷകരായി വന്നിട്ട് നിങ്ങൾ എഴുതി വെച്ചു ഇസ്ലാമിലെ ഈ ആനുകൂല്യം വേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് പ്രയാസങ്ങൾ സഹിച്ചും ബാങ്കിന്റെ വളരെ മുമ്പ് ഭക്ഷണം അവസാനിപ്പിക്കാൻ പലരും വല്ലാതെ കഷ്ടപ്പെടുന്നത്.
ബാങ്കിന് മുമ്പ് ഭക്ഷണം കഴിച്ചു തീർക്കുന്നത് അത്ര ആവശ്യമല്ല എന്നും ബാങ്കിന് ശേഷവും ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് നോമ്പ് ഫസാദാക്കി അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് രേഖ കൊണ്ടുവാ. ഒരു ദിവസം അവിചാരിതമായി അത്തായത്തിന് എണീൽക്കാൻ വൈകിയാൽ ബാങ്കിന് അല്പം മുമ്പ് ഭക്ഷണം കഴിച്ചു തീർക്കാൻ കഴിയില്ലെങ്കിൽ അത്തായം തീരെ കഴിക്കാതെ നോമ്പ് നോൽക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ നോമ്പ് തന്നെ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നവർ ഈ ആനുകൂല്യം അറിയാത്തവരോ അറിഞ്ഞിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തവരോ ആണെന്ന് തീർച്ച. അത്തായം ബാങ്ക് വിളിച്ചതിന് ശേഷം കഴിക്കാൻ എഴുതി, ഭക്ഷണം പാത്രത്തിലുള്ള തീരുന്നത് വരെ തിന്നാൻ എഴുതി. നിങ്ങൾക്ക് എന്ത് നോമ്പ്, നിങ്ങൾക്ക് എന്ത് പെരുന്നാള്, നിങ്ങൾക്ക് എന്ത് മതം? ഈ മതത്തിൽ കൈവെക്കാത്ത ഏത് മേഖലയാണ് വഹാബികളെ നിങ്ങൾ കൈവെക്കാതെ പോയിട്ടുള്ളത്? മറുപടി പറ. അൽ ഖുറൂനുൽ മുഫദ്ദല, നിങ്ങൾക്കത് പറയാൻ, ആ വാക്കുച്ചരിക്കാൻ, മഹാന്മാര് ജീവിച്ച ആ ഉത്തമ തലമുറയുടെ പേര് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ആ കാലഘട്ടത്തിൽ കൈമാറി കിട്ടിയ ആശയങ്ങളെ മലീമസപ്പെടുത്തി പകരം ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയയുടെയും മതം സ്വീകരിച്ചവരാണ് നിങ്ങൾ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ റമദാനില് വലിയ കോമഡി ആയിട്ട് ഒരു മൗലവി വന്നിരുന്നല്ലോ. റമദാൻ അല്ലാത്തപ്പോഴും തറാവിയുണ്ട്. ആ പറഞ്ഞ മൗലവിയെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. റമദാനിലും തറാവീഹുണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അതിൽ നിന്ന് തന്നെ കിട്ടി, ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി. റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്, റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്. റമദാൻ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. റേഡിയോ പ്രഭാഷണേ നിങ്ങൾക്ക് കഴിയുള്ളൂ. വന്നിട്ട് ഈ സമൂഹത്തിന്റെ മുന്നിൽ വിടുവായിത്തം വിളിച്ചു വിളമ്പുക. റമദാൻ അല്ലാത്തപ്പോഴും തറാവീഹ് ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിങ്ങളെ ജിന്നു മുജാഹിദ് തന്നെ. റഫീഖ് സലഫി, നിങ്ങൾ ജിന്നു മുജാഹിദാണല്ലോ. നിങ്ങൾ സങ്കരയിനം മുജാഹിദായിട്ട് ഇങ്ങനെ എന്താണെന്ന് അറിയിക്കാതെ നടന്നില്ല. പക്ഷെ നിങ്ങൾ ജിന്നു മുജാഹിദ് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറയും ആണായിട്ട് നിങ്ങൾ ജിന്നു മുജാഹിദ് തന്നെ. ജിന്നു മുജാഹിദ് നിയമവിരുദ്ധമായിട്ട് പെരിന്തൽമണ്ണ പരിപാടി നടത്തിയിട്ട് പോലീസ് ഇടപെട്ടപ്പോൾ നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടല്ലോ. എന്നാൽ ജിന്നു മുജാഹിദിന്റെ നേതാവായ മൗലവിയ പറഞ്ഞത് പരിശുദ്ധ റമദാൻ അല്ലാത്തപ്പോഴും തറാവീഹ് ഉണ്ട്. അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് രേഖ കൊണ്ടുപോവാ. നിങ്ങളെ മൗലവി എഴുതി വെച്ചത് എന്താ? നിങ്ങളുടെ 5 മൗലവിമാര് ചേർന്ന് ഉണ്ടാക്കിയ കിതാബുൻ അവ്വൽ ഫിൽ അമലിയാത്ത്. ഞാൻ മുമ്പ് വായിച്ചതായതുകൊണ്ട് ഇതിനെ വിശദമായി വായിക്കുന്നില്ല. തറാവീഹ് എന്ന ഹെഡിങ് ഇട്ട് ഇതും ഇശായിന് ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതാണോ അൽ ഖുറൂനുൽ മുഫദ്ദല, അതോ നിങ്ങളെ മൗലവി പറഞ്ഞതാണോ? ഒരുപാട് ചോദ്യത്തിന് നിങ്ങളിവിടെ മറുപടി പറയേണ്ടതുണ്ട്. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരം 11 ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതാണോ അൽ ഖുറൂനുൽ മുഫദ്ദലയിലുള്ളത്? അതോ നിങ്ങൾ ഇന്ന് നിർവഹിക്കുന്ന 8 റക്അത്താണോ? ഓരോന്നിനും കൃത്യമായ മറുപടി പറ. ഈ സഖാഫിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂലിലേക്കും സഹാബത്തിലേക്കും ഉത്തമ തലമുറക്കാരിലേക്കും ഓരോ വിഷയങ്ങളെയും മടക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഞങ്ങൾ 1000 വട്ടം ഒരുക്കാം, 1000 വട്ടം, 10000 വട്ടം. ഞാൻ ഈ ചോദിച്ചതിനൊക്കെ ഒന്ന് മറുപടി പറയും. ചോദിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, മറുപടി പറയാനും പഠിക്കണം. നിങ്ങളായി എഴുതി വെച്ച രേഖകൾ കയ്യിലെടുത്തിട്ടാണ് ചോദിച്ചത്. ഈ എഴുതി വെച്ച വൃത്തികേടുകൾ ഇനി ഇതിനപ്പുറത്തേക്ക് കുറച്ച് വരാണ്ട്. വീഡിയോ ദീർഘിക്കുന്നുള്ളതുകൊണ്ടാണ്. 100,000 ആശയങ്ങൾ. ഈ മതത്തിന്റെ ഏത് ഭാഗത്തെയാണ് നിങ്ങൾ കൈവെക്കാത്തത്? ഏത് ആശയത്തെയാണ് നിങ്ങൾ മലീമസമാക്കാത്തത്? ആ ഓരോ ആശയങ്ങളും എണ്ണി എണ്ണി ചോദിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ നിന്ന് രേഖ കൊണ്ടുവരണം. അങ്ങനെ നിങ്ങൾ തയ്യാറായാൽ അന്ന് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും ആശയവും പിരിച്ചുവിടേണ്ടി വരും. ഒരു സംശയവും അതിലില്ല. പൂതിയൊക്കെ എല്ലാവർക്കും പറയാം, വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. ഈ ജീവിതകാലത്തല്ലേ ഇപ്പൊ ഒക്കെ പറയാൻ പറ്റുള്ളൂ. മൗലവി ആണാണെങ്കിൽ ഒന്ന് മറുപടി പറയും. അപ്പോഴേ ഈ വാക്കിനൊക്കെ ഒരു വില ഉണ്ടാവുള്ളൂ. നിങ്ങളിങ്ങനെ വരിക, ഒരു രേഖയില്ല, ഒരു തെളിവില്ല, ഒരു തട്ടോട്ടിട്ട് നിങ്ങളിങ്ങനെ പ്രസ്താവന നടത്തുക. ഈ പ്രസ്താവന കേട്ടുകൊണ്ട് ഈ ഗീർവാണം വലിയ ആശയമായിട്ട് സ്വീകരിക്കാൻ നിങ്ങളുടെ റേഡിയോ പ്രഭാഷണത്തിന്റെ അണികളുണ്ടാവും. ഈ അണികൾ മാത്രമല്ല നാട്ടിൽ ജീവിക്കണം എന്നുള്ളൊരു അന്തം നിങ്ങൾക്ക് വേണം. ഈ സമൂഹത്തിന് മുന്നിൽ രേഖ വെച്ച് സംസാരിക്ക്. രേഖകൾ ഉന്നയിച്ചുകൊണ്ട് ചോദിച്ചതിന് മറുപടി പറയും. അൽ ഖുറൂനുൽ മുഫദ്ദലയിലേക്ക് മടക്കാൻ വലിയ പൂരിണ്ടല്ലോ നിങ്ങൾക്ക്. ഏത് പ്രസ്ഥാനം പിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പിരിച്ചുവിടല്ലെന്ന് നിങ്ങളെ പ്രസ്ഥാനം 8ഉം 10ഉം 18ഉം ആയിട്ട് നേർന്നു നിൽക്കാൻ കെൽപ്പില്ലാത്ത വിധം ഈ സമൂഹത്തിൽ ആദർശപരമായ അസ്തിത്വം നഷ്ടപ്പെട്ടുപോയ ജിന്നു മുജാഹിദുകളെ, പോയക്കരയിലുള്ള ജിന്നിനെ വിളിച്ചു തേടാമെന്നും കണ്ട ജിന്നിനെയും ചൈത്താനെയും വിളിച്ചു തേടാമെന്ന് പറഞ്ഞ ജിന്നു മുജാഹിദുകളെ, റഫീഖ് സലഫി പ്രതിനിധാനം ചെയ്യുന്ന ജിന്നു മുജാഹിദിനെ ആണായി പറഞ്ഞവനുണ്ടെങ്കിൽ മറുപടി പറയണം. ജിന്നിനെ വിളിച്ചു തേടാമെന്നുള്ളതിന് തെളിവെവിടെ? ജിന്നിനെയും ചൈത്താനെയും സഹായികളാക്കി കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞത് അൽ ഖുറൂനുൽ മുഫദ്ദലയിലുള്ളതാണോ? അല്ലേ? ഞങ്ങൾ ആശയമല്ല പറയുന്നത്. നിങ്ങൾ ഇതിനൊക്കെ എതിർത്തിരുന്നു, നിങ്ങൾ ഇതിനൊക്കെ ശിർക്കാക്കിയിരുന്നു. എങ്കിൽ ഇന്ന് നിങ്ങൾ പറയുന്നതാണോ തൗഹീദ്? അതല്ല, മുമ്പ് നിങ്ങൾ പറഞ്ഞതാണോ തൗഹീദ്? നിങ്ങൾ ഇന്ന് ശിർക്കിലാണെന്ന് പറയുന്ന നിങ്ങളുടെ മറുവിഭാഗം മുജാഹിദുകൾ പറയുന്നതാണോ തൗഹീദ്? ഏതാ അൽ ഖുറൂനുൽ മുഫദ്ദല? ആണാണെങ്കിൽ പറ. ഈ മൗലവിനെ കിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷല്ല. ജിന്നു മുജാഹിദിൽ ആണായി പറഞ്ഞവൻ, ആദർശപരമായി സംവദിക്കാൻ കേൾപ്പുള്ളവനുണ്ടെങ്കിൽ വന്ന മറുപടി പറ. നിങ്ങൾ വന്നിട്ട് ഗീർവാണം വയക്കുക. അൽ ഖുറൂനുൽ മുഫദ്ദലന്റെ പവിത്രതയും പറഞ്ഞിട്ട് ഞങ്ങൾ മുൻഗാമികളെ സ്വീകരിക്കുന്നവരാണ്. ആ മുൻഗാമികളെ സ്വീകരിച്ച ചങ്ങാതിമാരെ നിങ്ങൾക്ക് ആ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയോ?
ഞാൻ ഓരോന്ന് ലിസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ കുറെ ലിസ്റ്റ് ചെയ്ത് ചോദിക്കണം. നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവുള്ളൂ, മറുപടി പറയുന്ന ഒരു ബാധ്യത നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് ചോദ്യം ഞങ്ങൾക്ക് തന്നത്. നിങ്ങൾ 100,000 ചോദ്യം ചോദിച്ചോളൂ. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു ഊത്തൂതാനെ ഞങ്ങൾക്ക് കൊടുക്കും. ഒന്നുമല്ല, ലാശൈ ആണ്. നിങ്ങൾ എത്ര തുള്ളിയിട്ടെന്താ നിങ്ങൾ പറയുന്നതിനൊന്നും മതപരമായ അടിസ്ഥാനമില്ല. നിങ്ങൾ ചോദ്യമായിട്ട് ഇങ്ങനെ വരും. ആനത്തല 100,000 ചോദ്യം എടുത്തിട്ടുണ്ട്, ഞാൻ വലിയ ചോദ്യമാണ് ചോദിക്കണമെന്നൊക്കെ ഉള്ള വല്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാക്കി തീർക്കാൻ നിങ്ങൾക്ക് ഒരു കലാപരമായ കഴിവൊക്കെ ഉണ്ട്. ആ കഴിവ് ഞാൻ നിങ്ങൾക്ക് വകവെച്ചിട്ടുണ്ട്. കലാപരമായി വലിയ കഴിവുണ്ട്. പക്ഷെ ആ കഴിവ് കൊണ്ട് സത്യത്തെ ഊതിക്കെടുത്താമെന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ ഞങ്ങൾ അതിനെ അനുവദിക്കുകയില്ല. ചോദിക്കുക, ഓരോ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയും. പക്ഷെ ഞങ്ങൾ ചോദിച്ചത്, നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുമ്പോഴേ ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം സലഫി. ഞങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ടൊന്ന് വരണം. നിങ്ങൾ അതിന് കാണില്ല. റേഡിയോ പ്രഭാഷണമായിട്ട് നിങ്ങളുടെ മുങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് 10 കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരല്ല. അത് പോരാ. നിങ്ങൾ ആ 10 തികയുന്ന കാലയളവിന് കാത്തിക്കാതെ നിങ്ങൾ പറഞ്ഞതിന് വിമർശനം വരുമ്പോൾ അതൊന്ന് വസ്തുനിഷ്ഠമായിട്ട് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ആണികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ മറുപടി പറയൂ. അവരിൽ ആരുടെ ഖബറാണ് കെട്ടിപ്പൊക്കി ജാറമുണ്ടാക്കിയത്? സ്വഹാബത്തെ കിറാമിന്റെ ജാറം കെട്ടിപ്പൊക്കിയിരുന്നു എന്ന് എഴുതി വെച്ചത് നിങ്ങളാണ്. മഹാനായ അലിയാർ തങ്ങളുടെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു എന്ന് നിങ്ങളാണ് എഴുതി വെച്ചത്. ആ കുബ്ബ പൊളിച്ചത് ഞങ്ങളാണ് എന്ന് നിങ്ങൾ തന്നെയാണ് എഴുതി വെച്ചത്. എന്തിനാ ഞങ്ങൾ തൊഴിൽ പറയുന്നത്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ കുബ്ബയുണ്ടായിരുന്നു എന്നും അത് പൊളിച്ചത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ക്രൂരമായ തീവ്രവാദപരമായ തേരോട്ടത്തിലാണെന്നും എഴുതി വെച്ചത് നിങ്ങളാണ്. ആ എഴുതി വെച്ചത് നിങ്ങൾ മറന്നുപോയോ? എത്രയോ ജാറങ്ങളും മക്ബറുകളും പൊളിച്ചു എന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചത് നിങ്ങളാണ്. ആ ജാറങ്ങളൊക്കെ അൽ ഖുറൂനുൽ മുഫദ്ദലയിൽ ജീവിച്ചു പോയ മഹത്തുക്കളുടെ ജാറം തന്നെയാണ്. നിങ്ങളെ രേഖക്കൊന്ന് മറുപടി പറയും, എന്നിട്ട് മതി കിതാബ് എടുക്കുക. ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്, മഹാനായ ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു അവർ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് രേഖയായിട്ട് ഞങ്ങൾക്ക് പറയേണ്ട ഒരു ഗതികേടും ഞങ്ങൾക്കില്ല. കാരണം നിങ്ങളായിട്ട് എഴുതി വെച്ച സംഗതികളുണ്ട്, അതിന് മറുപടി പറയണം. ഇതൊന്നും നിങ്ങൾ അർഹിക്കുന്നില്ല. ഖാല ഖാരിജത്ത് ബിൻ സയ്യിദ് റഅയ്തുനി വനഹ്നു ശുബ്ബാൻ. ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ചെറുപ്രായത്തിൽ ഫീ സമനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലയളവിൽ. മൗലവി പറ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം അൽ ഖുറൂനുൽ മുഫദ്ദലയാണോ? അല്ലേ? ഫഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ബിൻ മദ്ഊൻ ഹത്താ യുജാവിസ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ ചാട്ടക്കാരൻ മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കുന്ന വ്യക്തിയായിരുന്നു. എന്തേ ആ ഖബറിന് അത്രത്തോളം അത് ചാടിക്കടക്കാൻ പ്രയാസം ഉണ്ടാകാൻ കാരണം ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചില്ലേ മൗലവി, ആ ഖബറിന്റെ ഉയർച്ച കാരണമാണ്. ഫത്ഹുൽ ബാരിയിൽ പിന്നെ അത് വഫീഹി ജവാസു തഅലിയത്തിൽ ഖബർ, ഖബർ ഉയർത്താമെന്നതിന് തെളിവാണ് ഈ ഹദീസ് എന്ന് ഫത്ഹുൽ ബാരിയിലെ. ഇതൊന്നും നിങ്ങൾ അർഹിക്കണില്ല. നിങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എഴുതി വെച്ചതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചതിന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതിനൊന്നും നിങ്ങൾ അർഹിക്കണില്ല. നിങ്ങൾ എഴുതി വെച്ചെന്ന് പറയും. അലിയാർ തങ്ങളെ ഖബർ പൊളിച്ചു എന്നതിന് മറുപടി എവിടെ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലുള്ള കുബ്ബ പൊളിച്ചു എന്നതിന് മറുപടി എവിടെ? പിന്നെ മുസ്ലിം ഉമ്മത്ത് അവർ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ പറയുക എന്ന് മാത്രം. ഇത് നിങ്ങൾക്കല്ല, നിങ്ങൾ ഇതിനെ അർഹിക്കണില്ല. ജാറം ഉണ്ടാക്കുക എന്നുള്ളത് പുണ്യകരമാണെന്ന് പറയാത്ത ആരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? മഹാനായ ഇബ്നു ജറീർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞിട്ടില്ലേ, നിഹായിലില്ലേ, മുഗ്നിയിലില്ലേ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാകുന്ന ഗ്രന്ഥങ്ങളിൽ മുഴുവനുമില്ലേ, മഹാന്മാരുടെ ഖബറുകൾക്ക് കുബ്ബയുണ്ടാക്കൽ അത് പുണ്യകർമ്മമാണെന്ന് പറയാത്ത ഗ്രന്ഥങ്ങൾ ഏതാണ്? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഒരൊറ്റ ഇമാമിനും ആ വിഷയത്തിൽ തർക്കമില്ല. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖബറിനെ കുറിച്ച് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ, നടക്കൂല. അത് അവരെ ഗ്രന്ഥ കയ്യില് അവർ എഴുതി വെച്ചത് എന്താണ്? തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വദുഫിന ബിൽ ബഖീഇ വഖബ്റുഹു ബിബാബിൽ ബഖീഇ, അവർ ജന്നത്തുൽ ബഖീയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ബഖീഇന്റെ കവാടത്തിൽ തന്നെ അവർ മറവിട്ട് കിടക്കുന്നു. വഅലൈഹി കുബ്ബ, അവരെ ഖബറിന് കുബ്ബയുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു കണ്ട കുബ്ബ എവിടെ പോയി? വഹാബികളെ പൊളിച്ചു നീക്കിയില്ലേ നിങ്ങൾ? എന്നിട്ട് ചോദിക്കാം, കുബ്ബ എവിടെ? കാട്ടുകള്ളന്മാരായി ഈ കുബ്ബകൾ മുഴുവനും പൊളിച്ചു നീക്കിയിട്ട് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ചോദിക്കുക, കുബ്ബ എവിടെ? നിങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആ വിഴുങ്ങിയ ഇരുമ്പലക്കുണ്ടല്ലോ, അത് മറക്കാൻ ചുക്ക് വെള്ളം മതിയാവില്ല. അത് മുയച്ച് കാണുന്നുണ്ട്. മഹാനവറുകൾ തന്നെ പറയുന്നു, മഹാനായ അഖീൽ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കുറിച്ച് വഖബ്റുഹു മശ്ഹൂർ, മഹാനവറുകളും ബഖീയിലാണ് മറവിട്ട് കിടക്കുന്നത്. അവിടുത്തെ ഖബർ പ്രസിദ്ധമാണ്. അലൈഹി ഖുബ്ബ, ആ ഖബറിനും ഖുബ്ബയുണ്ട്. ഫീ അവ്വലിൽ ബഖീഇ, ബഖീഇന്റെ കവാടത്തിന്റെ ഭാഗത്ത് തന്നെ കാണാൻ കഴിയും. എവിടെ പോയി അഖീൽ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഖുബ്ബ? ആര് കൊണ്ടുപോയി? ആ ചരിത്രങ്ങൾ എഴുതി വെച്ചത്. എന്നിട്ട് നാണവും മാനവും അത് ചോദിക്കുക, എവിടെ ഖുബ്ബ? ആ ഖുബ്ബന്റെ പാരമ്പര്യം എവിടെ? നിങ്ങൾ പൊളിച്ചു കളഞ്ഞത് ഈ സമൂഹത്തിൽ നിന്ന് മറച്ചു വെക്കാമെന്ന് വിചാരിച്ചെങ്കിൽ 1000 വട്ടം ഞങ്ങളത് പറയും. ഈ സമൂഹം അറിയണം, ഇത് ഈ നിലക്ക് ഖബറിന്റെ കുബ്ബകളെ പൊളിച്ചു കളഞ്ഞ് മഹാന്മാരുടെ ഖബറുകളിൽ സംഹാരതാണ്ഡവമാടി
ആ ഖബറുകളെ മലീമസമാക്കിയവർ, ഒരു നിലക്കും ആദരവ് കൊടുക്കാതെ മഹത്തുക്കളുടെ ജാറകളെ പൊളിച്ചു കളഞ്ഞവർ, ഇന്ന് സൗദി അറേബ്യയിൽ പോകുന്ന സാധാരണക്കാരെ നമ്മൾ കാണുന്ന കുബ്ബ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആശയക്കുഴപ്പത്തിലാകണ്ട, ഇത് പൊളിച്ചതിവരാണെന്ന് കൃത്യമായ രേഖയിലാണ് പറഞ്ഞത്. കേവലമായ ആരോപണം ഉന്നയിച്ചു പോവുകയല്ല. മറുപടി ഉണ്ടെങ്കിൽ ഏത് മൗലവിക്കും ആണായി മറുപടി പറയാം, കൊണ്ടുവരാം, ആ രേഖകൾ വെച്ചുകൊണ്ട് ഖണ്ഡിക്കാം. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ സമൂഹത്തിന് മുന്നിൽ നിരുപാധികമായി മാപ്പ് പറയാൻ തയ്യാറാണ്. നേരെ മറി തിരിച്ചാണെങ്കിൽ ഈ രേഖകൾ സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രേഖകളെ ഗണ്ണിക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടായി എന്ന് വന്നാൽ ഈ സമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മുസ്ലിം ഉമ്മത്തിനെ രക്തക്കളി കൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ പന്താടിയതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? മഹാന്മാരുടെ മക്ബറുകൾ പിടിച്ച് സംഹാരതാണ്ഡവമാടിയതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? അതാ ചോദിക്കാനുള്ളത്. ഇബ്രാഹിം ഇബ്നു അബിൽ ഖാസിം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പുണ്യമോൻ, ആ പൊന്നുമോൻ, ആ മോന്റെ ഖബറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വദുഫിന ഫിൽ ബഖീഇ, അവരെയും മറവ് ചെയ്യപ്പെട്ട് ബഖീഇലാണ്. വഖബ്റുഹു മശ്ഹൂറുൻ, അവരെ ഖബർ മശ്ഹൂറാൻ. അലൈഹി ഖുബ്ബ, ആ ഖബറുമ ഖുബ്ബ ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മോന്റെ ഖബർ പോലും വിടാതെ ആ ഖബറിൽ പോലും നിങ്ങളെ വൃത്തികേട് ചെയ്ത സമൂഹമേ, മറുപടി പറയണം. നിങ്ങൾക്ക് ഖുബ്ബയുടെ ചരിത്രം ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഞങ്ങളെ ഇമാം, ഈ സമൂഹം നെഞ്ചേറ്റിയ ഇമാം, എന്താണ് അവരെ ഖബറിനെ കുറിച്ച് പറഞ്ഞത്? ഇന്നും അവരെ ഖബർ കാണാൻ കഴിയില്ലേ? മറുപടി പറയണം. ഇമാം നബി റളിയല്ലാഹു അൻഹു പറയുന്നത് വഖബ്റുഹു റഹിമഹുല്ലാഹു തആല ബിമിസ്ർ, മഹാനവറുകളുടെ ഖബറുള്ളത് മിസ്റിലാണ്. അലൈഹി മിനൽ ജലാലതി വലഹു മിനൽ ഇഹ്തിറാമി മാ ഹുവ ലായിഖുൻ ബിമൻസിബി ദാലികൽ ഇമാം. മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ മഹത്വത്തോട് യോജിച്ച വലിയ ഒരു കുബ്ബ തന്നെ, വലിയ നിലക്കുള്ള അടയാളം തന്നെ ആ ഖബറിനുണ്ടെന്ന് മഹാനായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു, രണ്ടാം ശാഫിഈ എന്ന പേരിൽ ലോകമേറ്റെടുത്ത വഹാബികൾക്ക് പോലും തള്ളാൻ കഴിയാത്ത ജിന്ന മുജാഹിദല്ലേ നിങ്ങള്? ജിന്ന മുജാഹിദ് എന്തേ പോരാൻ കാരണം? ഇമാം നബി റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്യുമെന്ന് ഹനീഫ കായക്കോടിയും ടീമും പറഞ്ഞപ്പോ അത് പാടില്ല, നബി ഇമാം ശിർക്ക് ചെയ്തു ഞങ്ങൾ അംഗീകരിക്കൂല എന്നും പറഞ്ഞ് നബി ഇമാമിനോടുള്ള മഹബത്തും പറഞ്ഞു പോകുന്ന ജിന്ന മുജാഹിദേ, ആ ജിന്ന മുജാഹിദിന്റെ റേഡിയോ പ്രഭാഷകനായി രംഗപ്രവേശനം ചെയ്യുന്ന റഫീഖ് സലഫി മറുപടി പറയണം. ഇമാം നബി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള നിലപാട് എന്താണ്? തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ എഴുതി വെച്ച ചരിത്രങ്ങൾ എന്താണ് നിങ്ങൾക്ക് മറുപടി? ആ കുബ്ബകൾ എവിടെ? കട്ടെടുത്ത കുബ്ബകൾ മുഴച്ച് കാണുന്നുണ്ട് മൗലവി, അതുകൊണ്ട് കൊണ്ടെന്ന് വെച്ചാൽ മതി, അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി ആരാണിത് പറയാത്തത്? എവിടെയാണ് കുബ്ബയില്ലാത്ത ഒരു ചരിത്രം നിങ്ങൾക്ക് പുണ്യ മദീനയുടെയും മക്കയുടെയും ചരിത്രത്തിൽ കാണിച്ചു തരാൻ കഴിയുക? ഇബ്നു അബ്ദുൽ വഹാബ് വന്ന് നടപ്പിലാക്കിയ ആ മതത്തിൽ കുബ്ബല്ല. കാരണം അയാൾ നടപ്പിലാക്കിയത് ഇന്നത്തെ ISISന്റെ ആശയങ്ങൾ അവർ സ്വീകരിച്ച ആശയ സ്രോതസ് എന്ന് പറയുന്നതും അവരുടെ എല്ലാവിധ ആശയങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നതും ഇബ്നു അബ്ദുൽ വഹാബിന്റെ തീവ്രവാദമാണ്. ആ തീവ്രവാദത്തെ പകർത്തിയെടുത്തുകൊണ്ട് ISIS സിറിയയിലും മറ്റും ഖബറുകൾ പൊളിക്കുന്നുണ്ട്, മഖബറുകൾ പൊളിക്കുന്നുണ്ട്. അതിനവർക്കുള്ള റോൾ മോഡലാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അയാൾ പൊളിച്ചതാണത്. അതല്ലാത്തൊരു ചരിത്രം നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. മദീനയുടെ ചരിത്രം എഴുതിയവർ മുഴുവനും പറഞ്ഞു താരീഖു മആലിമിൽ മദീനത്തിൽ മുനവ്വറ ഖദീമൻ വഹദീസൻ. പുണ്യ മദീനയുടെ ചരിത്രം പറയുന്ന ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു ഫോട്ടോ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, സമൂഹം കാണണം. ഇത് മസ്ജിദു സയ്യിദിന ഹംസ സയ്യിദി ശുഹദാ വൽ ഖുബ്ബതി ഖബല ഹദ്മിഹാ ഖദീമൻ. പൊളിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കുബ്ബ, ആ ഖബറിന്റെ കുബ്ബ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അവർ നിർമ്മിച്ച പള്ളിയും അവിടെ ഫോട്ടോയിൽ കൊടുത്തത് കാണാൻ കഴിയും. കുബ്ബല്ലാത്തൊരു ചരിത്രമല്ല, കുബ്ബയേ ഉള്ളൂ. അവരുടെ ഖബറിന് മുകളിൽ താബൂത്ത് ഉണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചു ചരിത്രകാരന്മാർ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും? ചരിത്രം ഒന്ന് ചർച്ച ഞങ്ങളൊന്ന് വരി, ഞങ്ങൾ നിങ്ങളെ ചരിത്രം പഠിപ്പിച്ചു തരാം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വഅലൈഹി താബൂത്തുൻ. ഇന്ന് മഹാന്മാരുടെ ഖബറിന്റെ മുകളിൽ താബൂത്ത് പെട്ടി വെക്കുന്നത് പോലെ പെട്ടി ഉണ്ടായിരുന്ന ഒരു ഒത്ത ജാറമാണത്. വഅലൈഹി സൗബും മിൻ ഹരീർ, പട്ടിന്റെ നല്ല ഒരു വിരിയും അതിലുണ്ടായിരുന്നു. ഇതല്ലേ മൗലവി ജാറം? ഈ ജാറമായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറെന്ന് പുണ്യ മദീനയുടെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് രേഖയുള്ളത്? നിങ്ങൾ ഒരു രേഖയിട്ട് വരി, ആശയപരമായിട്ട് മറുപടി പറയും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ താബിഉകളോ ആരാണ് അല്ലാഹു അല്ലാത്ത പലരെയും വിളിച്ചു പ്രാർത്ഥിച്ചത് നിങ്ങൾ ചെയ്യുന്നത് പോലെ? നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? 2 വിളിച്ചു പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈ സങ്കരീനം വഹാബികളുടെ ആ സ്വഭാവം മാറ്റിക്കണം. ഇസ്തിഹാസ ചെയ്തതെന്നാണ് നിങ്ങൾക്ക് ചോദ്യം എന്നുണ്ടെങ്കിൽ ഇസ്തിഹാസ ചെയ്ത ധാരാളം ഇമാമിങ്ങളുണ്ട്. ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാരക്കാരനായ നേതാവല്ല ഞങ്ങളുടെ നേതാവ്. ഞങ്ങളുടെ നേതാവിന് അല്ലാഹു തആല നൽകിയ പേര് അബുൽ ഖാസിം എന്നാണ്. ആ അബുൽ ഖാസിം എന്ന പേര് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് മസല.
എന്തേ കാരണം? ആ കാരണം പറയുന്നിടത്ത് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചില്ലേ മൗലവി? എന്താ ഞങ്ങളുടെ നേതാവിന്റെ ക്വാളിറ്റി? നിങ്ങൾക്ക് അങ്ങനെ നേതാവില്ല, നിങ്ങൾക്ക് അങ്ങനെ കഴിവുള്ള ഒരു നേതാവില്ല. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ പഠിക്കണം. അബുൽ ഖാസിം എന്ന പേര് മറ്റുള്ളവർക്ക് ഉപയോഗിക്കരുത് എന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കാനുള്ള കാരണം ഇമാം ദമീരി റളിയല്ലാഹു അൻഹു അൻ-നജ്മുൽ വഹാജിൽ രേഖപ്പെടുത്തുന്നു. ആ പേര് ഉപയോഗിക്കാൻ പാടില്ലാത്തതായത് ലിന്നഹി അൻഹു, അതിനെ തൊട്ട് വിരോധനയുണ്ട്. അത് മാത്രമല്ല, വക്കീല മറ്റൊരു അഭിപ്രായം പറയുന്നു, ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്സിമുൽ ജന്ന, സ്വർഗം വരെ വിഹിതിച്ചു കൊടുക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഞങ്ങളുടെ നേതാവ്. അവിടെ സ്വർഗം ചോദിച്ചില്ലേ ഹബീബരായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്? സ്വഹാബികൾ ചോദിച്ചു സ്വർഗം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞില്ലേ, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബരായ തങ്ങളുടെ കൂടെ ഒരു രാത്രി ഞാൻ താമസിച്ചു. ഫഅതൈതുഹു ബിവളുഇഹി വഹാജതിഹി, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തു. വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഫഖാല ലി, എന്നോട് പറഞ്ഞു, സൽ, ചോദിക്കണം. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയുടെ കൂടെ സ്വർഗത്തിലൊരിടം വേണം. മൗലവി ചോദിക്കട്ടെ, നിങ്ങൾ അടിസ്ഥാന പ്രകാരം കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം മറഞ്ഞ മാർഗത്തിലൂടെ സഹായം തേടൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കൽ സിർക്കാണെന്ന നിങ്ങളുടെ നിർവചന പ്രകാരം ഈ സഹായത്തേട്ടം സിർക്കാണോ അല്ലേ? ഈ ചോദ്യം സിർക്കാണോ അല്ലേ? അതാ ഞങ്ങളെ ചോദ്യം. മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വളരെ ഉഷാറാ. എത്ര തെളിവാണോ മഹാന്മാർ ഇസ്തിഹാസ നടത്തിയതിന്? നിങ്ങൾ ഈ രേഖയൊക്കെ എവിടെ അംഗീകരിക്കും? മറുപടി ഇല്ലല്ലോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്നെ അവിടുത്തെ ഈ ഗ്രന്ഥത്തിൽ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ തന്നെ ഈ ഒരൊറ്റ ഗ്രന്ഥം മതി നിങ്ങളെ പൂട്ടിക്കെട്ടാൻ. നിങ്ങളെ പ്രസ്ഥാനം ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ പ്രസ്ഥാനം പൂട്ടേണ്ടിരുന്നില്ലേ? ഈ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശൈഖുൽ മദ്ഹബിന്റെ ഞങ്ങളെ നേതാവിന്റെ ഈ ഒരൊറ്റ ഗ്രന്ഥം വെച്ച് നിങ്ങളെ പ്രസ്ഥാനം പൂട്ടിക്കെട്ടും ഞങ്ങൾ. മറുപടി പറയാനാണെങ്കിൽ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ മഹാനവറുകൾ അതാ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചരിത്രം രേഖപ്പെടുത്തുന്നു. മഹാനവറുകൾ പുണ്യ മദീനയിലേക്ക് 7 ദിവസം റിസ്ക് എടുത്തുകൊണ്ട് യാത്ര ചെയ്തു. പുണ്യ മദീനയിലെത്തിയപ്പോ അവിടെ വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി, എനിക്ക് യാത്ര എളുപ്പമായി കിട്ടണം. അതിന്റെ പേരിൽ 2 ദിവസം കൊണ്ട് മടങ്ങിയെത്തി. വറജഅ മിൻഹാ ഇല ശാമി ഫീ യൗമൈനി വനിസ്ഫിൻ, 2.5 ദിവസം കൊണ്ട് മടങ്ങിയെന്ന് എഴുതി വെക്കുന്നു. എന്തേ കാരണം? ബിദുആഇഹി ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിങ്കൽ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. വതശഫഉഹി ബിഹി ഫീ തഖരീബി ത്വരീഖിഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ദൂരം ഒന്ന് കുറഞ്ഞു കിട്ടാൻ റെക്കമെൻഡ് തേടി, സഹായം തേടി. അംഗീകരിക്കാൻ കഴിയോ? നിങ്ങൾക്ക് എത്ര തെളിവ് വേണം? നിങ്ങൾ പോകരുത്, മുങ്ങരുത്. നിങ്ങൾക്ക് തെളിവുകൾ ഞങ്ങൾ തരും. പക്ഷെ ഓരോ തെളിവിനുള്ള എന്താണ് അതിനുള്ള ഗണ്ണനമെന്ന് നിങ്ങളൊന്ന് പറയണം. ഇനി മൂന്നാമതായി എനിക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പലരും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് തന്നെ വഫാത്തായി. അവരൊക്കെ സ്വർഗീയ അവസ്ഥയിലാണ്, യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ആരുടെ ഖബറിന്റെ അടുത്താണ് നിങ്ങൾ ഇന്ന് തട്ടിക്കൂട്ടുന്നത് പോലെയുള്ള ഉറൂസ് മാമാങ്കങ്ങൾ നടക്കുന്നത്? ഉറൂസ് എന്നുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. എന്തെല്ലാം ആശയം സുന്നികൾ എന്ന് സ്വീകരിച്ചു പോകുന്നുണ്ടോ അത് മുഴുവനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച. അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ ഇബ്നു കസീർ തന്നെ രേഖപ്പെടുത്തി വെച്ചില്ലേ, എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുഹദാഇന്റെ ഖബർ സന്ദർശിച്ചിരുന്നു. വഖദ് ജാഅ ഫിൽ ഹദീസി, എന്നല്ലേ ഉറൂസിൽ നടക്കുന്നത്. എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ ആളുകൾ സിയാറത്ത് വർദ്ധിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, അവരുടെ പേരിൽ ഖത്ബുകൾ തീർക്കുന്നു. ഈ വർഷത്തിൽ ഒരിക്കലുള്ള സിയാറത്തിന് ആരാ പാരമ്പര്യം കാണിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറുപടി പറ, വേറെ രേഖയിലേറ്റല്ല, ഞങ്ങളെ നേതാവിനെ തന്നെ എടുത്ത. വഫിൽ ഹദീസി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂറു ഖുബൂറ ശുഹദാ, ഹദീസിലുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാഇന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. ഫീ റഅസി കുല്ലി ഹൗലിൻ, എല്ലാ വർഷത്തിന്റെയും തുടക്കത്തിൽ പ്രത്യേകമായി ആ സമയത്ത് തന്നെ സിയാറത്ത് ചെയ്തിരുന്നു. മറുപടി പറയണം, ഇത് നിങ്ങളെ പ്രമാണമാണ്. ഇബ്നു കസീറിന്റെ തഫ്സീറിനെ കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചത് ഭൂലോകത്ത് ഇതുപോലുള്ള ഒരു തഫ്സീർ വെളിച്ചം കണ്ടിട്ടില്ല എന്നാണ്. എന്താ നിങ്ങൾ എഴുതി വെച്ചത്? ചുരുക്കത്തിൽ ക്രോഡീകൃത തഫ്സീറുകളിൽ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിന്റേതാണ്. ക്രോഡീകൃത തഫ്സീറുകളിലെ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിന്റേതാണ് എന്ന് നിങ്ങൾ എഴുതി വെച്ച, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായി എന്ന് അദ്ദേഹത്തെ കുറിച്ച് എഴുതി വെച്ച അൽമനാറിൽ 1986 നിങ്ങൾ എഴുതി വെക്കപ്പെട്ട നിങ്ങളെ ഇബ്നു കസീറ പറയുന്നത്. മറുപടി പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സമൂഹത്തോട് പറയുന്നുണ്ടോ അത് മുഴുവനും രേഖകളാണ്. അതിനൊക്കെ ആൺകുട്ടികളായിട്ട് നെട്ടല് നിർത്തി മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും ചെയ്യും. ആ നെട്ടലിന്റെ പേര് വായപ്പിണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്നോട് പേര്. പിന്നെ നിങ്ങൾ പറഞ്ഞത് മാമാങ്കം, ഉറൂസ് മാമാങ്കം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ പല അനാചാരങ്ങളും ഉറൂസിന്റെ പേരിൽ നടക്കുന്നുണ്ട്. അതാണെങ്കിൽ അതാണല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത്. അത് ഏറ്റെടുക്കേണ്ട ഒരു ബാധ്യതയും ഞങ്ങൾക്കില്ല.
ആ ഉറൂസ് മാമാങ്കങ്ങൾ എന്ന് പേരിട്ട് നിങ്ങൾ പറഞ്ഞ പ്രയോഗിച്ച സംഗതികളുണ്ടല്ലോ, ഉറൂസിന്റെ പേരിൽ നടക്കുന്ന അനാചാരങ്ങളും വൃത്തികേടുകളും ഏതെങ്കിലും നാട്ടിൽ ആലിമീങ്ങളെ സ്വീകരിക്കാതെ നടത്തപ്പെടുന്നുവെങ്കിൽ അത് അനാചാരങ്ങളാണെന്ന് ആൺകുട്ടികളെ പോലെ സമസ്ത തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. സമസ്ത നേർച്ചയിൽ അനാചാരങ്ങളെ എതിർത്തു എന്ന് സെൽസബീൽ മാസിക 1984 ഒക്ടോബർ മാസത്തിൽ 25-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നേർച്ചയിലുള്ള അനാചാരങ്ങളെ എതിർത്തു എന്ന് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറുപടി ഉണ്ടെങ്കിൽ പറ. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മാമാങ്കങ്ങൾ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതും സുന്നത്യമായതിന് മുകളിലേക്ക് കൊണ്ടുവന്ന് ചാർത്താമെന്ന് നിങ്ങൾ വിചാരിക്കണം. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് KM മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ മൗലവി നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഈ 2 പേജ് ഒന്ന് വായിക്കാൻ. മനാസിക്കുൽ ഹജ്ജ് എന്ന പേരിൽ അയാൾ ഇറക്കിയ പുസ്തകത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന്റെ പുണ്യം പറയുന്നു. ഒരു വീഡിയോ റഫീഖ് സലഫി ഒന്ന് ചെയ്യണം. 100,000 ചോദ്യം വന്നല്ലോ, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, ഇതിലൊന്ന് ചെയ്യാറുണ്ട്. ഈ പുസ്തകം ഞാൻ തരാം, നിങ്ങളെ കയ്യിൽ എനിക്ക് തരാം. ഇതിന്റെ പൂർണ്ണമായ കോപ്പിയാണ് എന്റെ കയ്യിലുള്ളത്. ഇതൊന്നൊരു വീഡിയോയിൽ ഈ ഭാഗം ഒന്ന് പൂർണ്ണമായി വായിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ പ്രസ്ഥാനം കൂട്ടിക്കെട്ടേണ്ടി വരും. സിയാറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യൽ പുണ്യമാണ്, സുന്നത്താണ് എഴുതി വെച്ചു. ഹാജിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് നിസ്കരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുവാനുമായി മദീന മുനവ്വറയിലേക്ക് പുറപ്പെട്ടാൽ വഴിയിൽ നിന്ന് സ്വലാത്തും സലാമും അധികരിപ്പിക്കണം. നല്ല അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു മുഹിബായ വ്യക്തിയുടെ ഖബർ സിയാറത്തിന്റെ രീതികൾ വഹാബികളെ നിങ്ങൾക്ക് KM മൗലവി പഠിപ്പിച്ചു തരുന്നു. ചെയ്യാൻ തയ്യാറുണ്ടോ? പറയാൻ തയ്യാറുണ്ടോ? മദീനയെ കാണുവാൻ തുടങ്ങിയാൽ ഏറ്റവും അധികരിച്ച് സ്വലാത്തും സലാമും ചൊല്ലുകയും സിയാറത്ത് കൊണ്ട് തനിക്ക് ഫലം ചെയ്യുവാനും അതിനെ കബൂൽ ചെയ്യുവാനും അല്ലാഹു തആലയോട് അപേക്ഷിക്കുകയും ചെയ്യണം. എന്താ സിയാറത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലം? മരണത്തോർക്കാനല്ലേ നിങ്ങളെ സിയാറത്ത്? ഖബറാളിക്ക് ഉപകാരം കിട്ടാനല്ലേ നിങ്ങളെ സിയാറത്ത്? എന്ത് ഫലവഹാബികളെ നിങ്ങൾക്കുള്ളത്? KM മൗലവി വേദിക്കുന്നു, ഫലം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. മദീനയിൽ കടക്കുന്നതിന് മുമ്പായി കുളിച്ച് ഏറ്റവും വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. നിങ്ങളെ KM മൗലവി എഴുതി വെച്ചോ അൽ-ഖുറൂനുൽ മുഫദ്ദലയിൽ സ്ഥിരപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയണം. അതല്ല ഇയാൾ അൽ-ഖുറൂനുൽ മുഫദ്ദലയിൽ സ്ഥിരപ്പെട്ടില്ല എന്ന് ആരോപണം പറഞ്ഞ് തള്ളോ? നിങ്ങളൊന്ന് മറുപടി പറയണം. എന്തെല്ലാം കാര്യങ്ങൾ എഴുതി വെച്ചു. മക്കയുടെ ശേഷം ഏറ്റവും ശറഫാക്കപ്പെട്ട രാജ്യമാകുന്നു മദീനയെന്നും മദീനയ്ക്ക് ശറഫ് സംഭവിച്ചിട്ടുള്ളത് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടാണെന്നും മനസ്സിൽ നല്ലവണ്ണം ഓർമ്മ ഉണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങി ഓരോ അദബുകളും എഴുതി വെക്കുന്നു. റൗദയിലേക്ക് പോകുന്നതിനെ കുറിച്ച് എഴുതി വെക്കുന്നു. അവസാനം അയാൾ എഴുതി വെക്കുന്നു, പിന്നെ ശറഫാക്കപ്പെട്ട ഖബറിന്റെ അടുക്കലേക്ക് പോയി ഖിബിലയെ പിന്നിലാക്കി ഖബറിന്റെ മതിൽ വിട്ട് 4 മുഴത്തോളം പിന്തി ഖബറിന്റെ മതിലിന് മുന്നിട്ട് വളരെ അതോടും കൂടി നിന്ന് ശബ്ദം ഉറക്കയാക്കാതെ മിതമായ ശബ്ദത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം ചൊല്ലണം. ഒരുപാട് സലാം രേഖപ്പെടുത്തുന്നു. ഖിബിലയെ പിന്നിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ ആ ഖബറിലേക്ക് തിരിഞ്ഞു നിൽക്കണം. ആ പുണ്യ ഖബറിന്റെ മതിലിനോട് ചേർന്ന് പോയി പോലും നിൽക്കരുത്, പിന്തി നിൽക്കണം, ആദബ് പാലിക്കണം. ഈ ഖബർ സിയാറത്ത് ഒരു സുന്നി നിർവഹിക്കുന്ന ഇമാം നവവി റളിയല്ലാഹു അൻഹു അൽ-അദ്കാറിലൊക്കെ പഠിപ്പിച്ച രീതി ഉണ്ടല്ലോ, ആ രീതിയെ ഓർമ്മപ്പെടുത്തുന്ന അൽ മനാസിക്കുൽ ഹജ്ജ് എന്ന ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ധൈര്യം ഉണ്ടോ മൗലവി? ഇത് ഖബറിന്റെ അടുക്കലുള്ള മാമാങ്കാണോ? ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനെയാണല്ലോ മൗദൂദികള്, മൗലാന മൗദൂദി എന്ന പേരിൽ അവരും എഴുതി വെച്ചു. മൗലാന മൗദൂദി പറയുന്നു, മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മൗദൂദിന്റെ മദീന യാത്രയാണ്. ഒന്ന് കേൾക്കണം, വഹാബികളും കേൾക്കണം, മൗദൂദികളും കേൾക്കണം. മക്കയിൽ നിന്ന് പുറപ്പെട്ടു മദീനയിൽ എത്തുന്നത് വരെയുള്ള വികാരങ്ങളുടെ അവസ്ഥ എടുത്തു കാണിക്കുക പ്രയാസമാണ്. മൗദൂദിക്ക് വല്ലാത്ത വികാരം ഉണ്ടായി, മൗദൂദിക്ക് വല്ലാത്ത ആത്മീയത കിട്ടി. റൗദ ശരീഫിലേക്ക് പോകുമ്പോൾ ഈ ആത്മീയത സ്വീകരിച്ചൂടെ വഹാബികളെ? മൗദൂദികളെ, നിങ്ങൾക്ക് എന്തേ നിങ്ങളെ നേതാക്കന്മാരെ തള്ളേണ്ട ഗതികേട് വരുന്നത്? റൗദ ശരീഫിന്റെ പച്ചക്കുപ്പ ദൃഷ്ടിയിൽ പെടുന്നതോടെ അണപൊട്ടിയൊഴുകുന്ന വികാരങ്ങളുടെ പ്രവാഹത്തെ നിയന്ത്രിക്കുക നമുക്ക് സാധ്യമല്ല. അല്ലാമ ഇബ്നു തൈമിയ്യയുടെ വാദങ്ങളിൽ എനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒന്നാണ് മദീന യാത്രയെ പറ്റി അദ്ദേഹം രേഖപ്പെടുത്തിയ അഭിപ്രായം. ഇങ്ങനെ ഇബ്നു തൈമിയ്യയോട് കൃത്യമായി എതിര് കാണിച്ചു എന്നും പുണ്യ മദീനയിലെ പച്ചക്കുപ്പ കൊണ്ട് ആവേശം കൊണ്ടു എന്നും കുപ്പ പൊളിക്കാൻ വേണ്ടി നടക്കുന്ന വഹാബികളെ, മൗദൂദികളെ നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്ന് മറുപടി പറയും. നബിദിനാഘോഷം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ? ഏത് സഹാബിയാണ് നബിദിനം ആഘോഷിച്ചത്? എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ട്. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കാത്ത ഒരൊറ്റ സ്വഹാബിയും കഴിഞ്ഞു പോയിട്ടില്ല. ആണെങ്കിൽ അതിന് വിരുദ്ധമായ രേഖകൾ കൊണ്ടുപോവാ.
ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയത് ദീനാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബിദ്അത്തിന്റെ നിർവചനം പറഞ്ഞെടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാത്തതെന്ന് മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത്. അൽ ബിദ്അത്തുൽ ഹഖീഖിയ അൽ മനാർ 2010 ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എഴുതി വെച്ചത് വിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഉമ്മത്തിന്റെ ഇജ്മായിലോ ഉലമാക്കളുടെ അടുക്കൽ ഒരു നിലക്കും പരിഗണിക്കപ്പെടാവുന്ന യാതൊരു തെളിവിന്റെയും പിൻബലമില്ലാത്തതുമായ വിഷയങ്ങളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ല എന്നതുകൊണ്ട്, സ്വഹാബത്ത് ചെയ്തില്ല എന്നതുകൊണ്ട് ബിദ്അത്താകുന്നു നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പറയുന്നത് പോലെ ചെയ്തിട്ടില്ല എന്നതിന് അർത്ഥമല്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ പറയുന്നത് പോലെ അതിനെതിരെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ ഇമാമിങ്ങൾ പറഞ്ഞതുകൂടി ദീനാണെന്ന് നിങ്ങളെ തുറന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്, ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബിദിനാഘോഷം ലോകമേറ്റെടുത്തിട്ടുണ്ട് എന്ന്. ഏതെങ്കിലും ഒരു സഹാബി വഫാത്താകുമ്പോൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്ന സമ്പ്രദായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ ഉത്തമ തലമുറക്കാരുടെ കാലഘട്ടത്തിലോ കാണിച്ചു തരാൻ ഈ തഖാഫിക്ക് സാധിക്കുമോ? സാധിക്കും. ഉസ്താദിന്റെ ഒന്നും ആവശ്യമില്ല, ഉസ്താദിന്റെ മക്കൾ മതി അത് കാണിച്ചു തരാൻ. നിങ്ങളെ ഗ്രന്ഥത്തിൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ഗ്രന്ഥം കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. നിങ്ങളെ നേതാവ് ഇബ്നുൽ ജൗസി കിതാബുർ റൂഹിൽ മറുപടി ഉണ്ടെങ്കിൽ പറ. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോ ഇത് നിങ്ങളെ നേതാക്കന്മാർ തന്നെ പഠിപ്പിച്ചതാണെന്നുള്ള ഒരു വിവരം അതൊക്കെ നിങ്ങൾക്ക് വേണം. കാനത്തിൽ അൻസാറു ഇദാ മാതലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബരിഹി യഖറഊന ഇൻദഹുൽ ഖുർആൻ. മഹാന്മാരായ അൻസാറുകളുടെ പതിവായിരുന്നു അവരെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതൽ. അവര് കത്തപ്പര കെട്ടി ഓതിയെന്ന് നിങ്ങളെ നേതാവാണ് എഴുതിയത്. മറുപടി ഉണ്ടെങ്കിൽ പറ. ആറാമതായി എനിക്ക് ചോദിക്കാനുള്ളത്, അവരുടെ ഖബറിന്റെ മുകളിൽ കത്തപ്പറ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ആ സഹാബിയുടെ പേര് പറയൂ. കത്തപ്പര ഉണ്ടായിരുന്നു കിതാബുർ റൂഹിൽ ഇബ്നുൽ ജൗസി എഴുതി വെച്ചത്. ഏത് സ്വഹാബിന്റേതായിരുന്നു എന്നുള്ളത് കിട്ടണമെങ്കിൽ നിങ്ങളെ നേതാവിനെ പോയി ചോദിച്ചു നോക്കി. ആ ഖബറിനെ ഒന്ന് പോയി കാണുന്ന സഹായം തേടിക്കളി, അല്ലെങ്കിൽ വല്ല ജിന്നിനും വിട്ടു, ജിന്നിനോട് സഹായം തേടാലും വല്ല ജിന്നിനും വിട്ടൊന്ന് ചോദിച്ചു നോക്കി. ഇദ്ദേഹമാണ് എഴുതി വെച്ചത്, മറുപടി പറയണം. നിങ്ങൾക്ക് എന്ത് വൃത്തികളും പറയാം, തോന്നിവാസം പറയാം, അതിനൊന്നും മറുപടിയില്ല. വസ്തുതാപരമായി നിങ്ങൾ തന്നെ എഴുതി വെച്ചത് എടുത്തു ധരിച്ചാൽ അതിനും മറുപടിയില്ല. നിങ്ങൾ ഓതുന്നത് പോലെയുള്ള ഖുതുബിയത്ത് അവരോതിയിരുന്നോ? നിങ്ങൾ കഴിക്കുന്നത് പോലെയുള്ള മൗലൂദ് അവർ കഴിച്ചിരുന്നോ? ഖുതുബിയത്തും മൗലിദും ഒക്കെ അന്നുണ്ട്. ഖുതുബിയത്തിനും മൗലിദിലും ഒക്കെ ഉള്ള ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മഹാന്മാരുടെയും മദ്ഹുകളാണ്, അവരുടെ അവദാനങ്ങളാണ്. അത് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നതാ. പരിശുദ്ധ ഖുർആൻ നല്ലൊരു ഭാഗം മദ്ഹാണ്. മഹാന്മാരുള്ള സഹായതട്ടമാണ് ഖുതുബിയത്തിലുള്ളത്. ഓസുല്ലാമിലുള്ള സഹായതട്ടമാണ്. അതിന്റെ തെളിവാ വായിച്ചത് മദ്ഹുകളാണ്. ആ മദ്ഹാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. നിങ്ങൾ നടത്തുന്നത് പോലെയുള്ള ഹദ്ദാദ് അവർ നടത്തിയിരുന്നോ? ഹദ്ദാദ് റാത്തിബിലുള്ള ആയത്തുൽ കുർസിയാണ്, ഫാത്തിഹയാണ്. ഫാത്തിഹയുമായി ബന്ധമില്ലാത്ത, ആയത്തുൽ കുർസിയുമായി ബന്ധമില്ലാത്ത ഹദ്ദാദിൽ പഠിപ്പിക്കപ്പെട്ട ഏത് ദിക്റുണ്ടോ ആ ദിക്റുകൾ മുഴുവനും പരിശുദ്ധമായ ഹദീസുകളിൽ വന്നതാണ്. ആ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിക്റുകളുമായി ബന്ധമില്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ പുതുമൈക്കാരം. എന്നാൽ ഞങ്ങൾക്കതൊക്കെ പുണ്യമാണ്. അതൊക്കെ ക്രോഡീകരിച്ച് ഈ ഉമ്മത്തിന് ചെല്ലാനുള്ള സൗകര്യം ചെയ്തു എന്നുള്ളതാണ് മഹാനായ അബ്ദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അത് നിങ്ങൾക്ക് പറ്റൂല, അത് നിങ്ങൾക്ക് ബിദ്അത്ത്. നിങ്ങളെ മൗലവിമാർക്കുണ്ട് ദിനേന ചെല്ലേണ്ട ദിക്റുകളും നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകളൊക്കെ നിങ്ങളാർക്കുണ്ട്. അതിനെവിടെ തെളിവ്? അങ്ങനെ ഒരു നിത്യജീവിതത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് ക്രോഡീകരിച്ച ഒരു ദിക്റ് മുത്തുനബി തങ്ങളുടെ കാലത്തുണ്ടോ? അങ്ങനെ ഒരു പുസ്തകം ഇല്ലാത്ത, ആയത്തുൽ കുർസിയുമായി ബന്ധമില്ലാത്ത ഹദ്ദാദിൽ പഠിപ്പിക്കപ്പെട്ട ഏത് ദിക്റുണ്ടോ ആ ദിക്റുകൾ മുഴുവനും പരിശുദ്ധമായ ഹദീസുകളിൽ വന്നതാണ്. ആ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിക്റുകളുമായി ബന്ധമില്ലാത്ത നിങ്ങൾക്ക് ഇതൊക്കെ പുതുമൈക്കാരം. എന്നാൽ ഞങ്ങൾക്കതൊക്കെ പുണ്യമാണ്. അതൊക്കെ ക്രോഡീകരിച്ച് ഈ ഉമ്മത്തിന് ചെല്ലാനുള്ള സൗകര്യം ചെയ്തു എന്നുള്ളതാണ് മഹാനായ അബ്ദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അത് നിങ്ങൾക്ക് പറ്റൂല, അത് നിങ്ങൾക്ക് ബിദ്അത്ത്. നിങ്ങളെ മൗലവിമാർക്കുണ്ട് ദിനേന ചെല്ലേണ്ട ദിക്റുകളും നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകളൊക്കെ നിങ്ങളാർക്കുണ്ട്. അതിനെവിടെ തെളിവ്? അങ്ങനെ ഒരു നിത്യജീവിതത്തിൽ ചെല്ലേണ്ട ദിക്റുകൾ എന്ന് പറഞ്ഞിട്ട് ക്രോഡീകരിച്ച ഒരു ദിക്റ് മുത്തുനബി തങ്ങളുടെ കാലത്തുണ്ടോ? അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾക്ക് ഇതൊക്കെ ഇറക്കാം. മഹാന്മാരായ ഇമാമിങ്ങൾ ആ ഹദീസുകളിൽ വന്ന ദിക്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന് കൈമാറുമ്പോൾ അത് നിങ്ങൾക്ക് ബിദ്അത്ത്. കണ്ടത് നീ മുഴുവനും ബിദ്അത്ത്. അങ്ങനെ ഈ മതത്തെ നിങ്ങൾ ചുരുക്കിക്കെട്ടാൻ ശ്രമിച്ചു, മതത്തെ വികലമാക്കാൻ ശ്രമിച്ചു, വിട്ടുതരില്ല. മതത്തെ വികലമാക്കാനോ മതത്തെ നിങ്ങളുടെ ആശയത്തിലേക്ക് ചുരുക്കിക്കെട്ടാനോ ഈ വിശാലമായ സുന്ദരമായ ആശയം സമൂഹത്തിന് കൈമാറുന്ന മതത്തെ വികലപ്പെടുത്താനോ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വൃത്തികെട്ട ആശയത്തിലേക്ക് ഈ മതത്തെ കൊണ്ടുപോയി മതത്തെ തീവ്രവാദത്തിന്റെ ചാപ്പകുത്താനിരിക്കുന്ന ഈ മതത്തിന്റെ ശത്രുക്കൾക്ക് ഈ മതത്തെ തീവ്രവാദ ആശയമാണെന്ന് ചാപ്പകുത്താൻ വിട്ടുതരാനോ ഞങ്ങൾ ഒരുക്കമല്ല. ചരിത്രം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സൗദി അറേബ്യ ഇന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഭരണകർത്താക്കൾ നന്മ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അവരിന്ന് മഹാന്മാരുടെ ചരിത്രത്തെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ബദറിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ബദറിൽ ഇറങ്ങാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പുണ്യബദരീങ്ങളെ സിയാറത്ത് ചെയ്യാനോ ആ ബദറിന്റെ യുദ്ധം നടന്ന ഭൂമികയെ കാണാനോ ഉള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട കാലമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് പുണ്യ ബദറിൽ ചെല്ലാനും ആ ബദറിന്റെ രണാകണം കാണാനും ആ ബദരീങ്ങളെ സന്ദർശിക്കാനും ബദറിൽ ആരൊക്കെ മറവിട്ട് കിടക്കുന്നു എന്ന് വരെ കൃത്യമായി അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ചരിത്രത്തെ അവർ
റീഫ്രഷ് ചെയ്ത് വീണ്ടെടുക്കുന്ന ദൗത്യത്തിലാണ് ഇന്ന് സൗദിയുടെ ഭരണകർത്താക്കളുള്ളത്. നിങ്ങളുടെ വഹാബിസം അവർ കൈയൊഴിയുന്ന സാഹചര്യമാണ് ഇന്ന് സൗദിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഭരണകർത്താക്കളെയോ ആ നാടിനെയോ കുറ്റം പറയേണ്ടതില്ല. ആ ഒരു സാഹചര്യം സൃഷ്ടിച്ച വൃത്തികെട്ട മനുഷ്യനെയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്തതും തുറന്നു കാണിച്ചതും. മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടിയുമായിട്ടാണ് നിങ്ങൾ വരേണ്ടത് എന്ന് ഉണർത്തിക്കൊണ്ട് വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.